നമസ്കാരം, വെൽക്കം ടു സ്ത്രീപക്ഷം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് കൊല്ലുന്ന കാമുകന്മാർ. ഇപ്പൊ പഴയ സിനിമകൾ പോലെയല്ല ഇപ്പോഴത്തെ സിനിമകളും നമുക്കൊക്കെ അറിയാം. ഒരുപാട് സെക്സും വയലൻസും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ്. ഈ പ്രതികാരം, എന്താ പറയാ, ആക്രമണം, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനി വേറൊരു കാര്യം, ഇപ്പൊ ഈ പുരുഷന്മാരുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ കൊല്ലുന്ന കാമുകന്മാർ എന്ന് പറഞ്ഞു. കൊല്ലുന്ന കാമുകിമാരെ നമ്മൾ കണ്ടില്ലേ? പിരിഞ്ഞു പോകുന്ന കാമുകിക്ക് ആശംസ നേരുന്ന കാമുകന്മാരെയോ തിരിച്ചധികം പാട്ടുകളിലും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ന് സമൂഹത്തിലാണെങ്കിലും അല്ല ദൃശ്യമാധ്യമങ്ങളിലാണെങ്കിലും ഒരു റിവെഞ്ച് എടുക്കുന്ന കാമുകനെയോ കാമുകിയാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പം അച്ഛനമ്മമാരൊരു സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അതിനോടിപ്പോയി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ. അപ്പം അത്രയും ഇതാണ്, ഒരാളെടുത്തുനിന്ന് ഒരു റിജക്ഷൻ താങ്ങാനുള്ള ഒരു കരുത്ത് അവർക്കില്ല. അതിനുള്ള കാരണം നമ്മളും ഉത്തരവാദികളാണ്, നമ്മളും പാരൻസും ഉത്തരവാദികളാണ്, സമൂഹം ഉത്തരവാദികളാണ്, എല്ലാവരും. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ മദ്യവും മയക്കുമരുന്നും പൊതുവെയുള്ള വയലൻസ്, പൊതുവെയുള്ള പിന്നെ സിനിമകൾ, ഇപ്പം പണ്ട് ഇൻ്റർനെറ്റ്, അതാണ് മെയിൻ വിപ്ലവം. കൊല്ലുന്ന കാമുകന്മാരോ കാമുകിമാരോ അങ്ങനെ പറയാനാണ് എനിക്കും ഇഷ്ടം. അപ്പം അങ്ങനെ അതിലേക്ക് എത്തുന്നത് മെയിൻ പോയിന്റ് നോ എന്നുള്ള കാര്യം. ബിഗ് നോ അല്ലെങ്കിൽ ഒരു സ്മോൾ നോ, ഈ രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നോ എന്ന് പറയുന്നത് നെഗേഷനോട് താല്പര്യമില്ലാത്ത സൊസൈറ്റി ആയി മാറിയതിന് കാരണം എന്ന് പറയുന്നത് അത് പണ്ടുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇൻറ്റിമേറ്റ് പാർട്ട്നേഴ്സിനാൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇൻറ്റിമേറ്റ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഭർത്താവാകണമെന്നില്ല. പല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പാകാം, മറ്റ് റിലേഷൻഷിപ്പുകളാകാം, അവരുടെ ഒരു ചാറ്റ്ഷിപ്പ് ആവാം, ഇപ്പോൾ പറയുന്ന പോലെ സിറ്റുവേഷൻഷിപ്പാണ്. നമ്മൾക്ക് ഓർമ്മയുണ്ടോ വേണു നാഗവള്ളി, പ്രേം നസീറൊക്കെയുള്ള സിനിമകൾ, പണ്ടത്തെ സിനിമകൾ, മേ ബി അറൗണ്ട് 20-25 ഇയേഴ്സ് പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാമുകിമാർ വിട്ടുപോയാലോ അല്ലെങ്കിൽ നോ പറഞ്ഞാലോ അവർ താടി വളർത്തി പാട്ടും പാടി അങ്ങനെയുള്ളൊരു കള്ളും കുടിച്ച് അങ്ങനെയുള്ളൊരു സീനാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അത് തന്നെയായിരുന്നു ജീവിതത്തിലും. പക്ഷേ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? കാമുകിമാർ നോ പറഞ്ഞാലോ ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ ആക്രമണം ആണ് ചെയ്യണത്. ഒന്നെങ്കിൽ ആസിഡ് ഒഴിക്കുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്രമണം ചെയ്ത് ലേഡീസിന് എന്തെങ്കിലും ചെയ്യും. സ്മിത ഇപ്പൊ പറഞ്ഞത് സിനിമയിലത്തെ കാര്യമാണ്. ജീവിതത്തിലെ കാര്യം ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അന്നത്തെ പ്രണയവും ഇന്നത്തെ പ്രണയവും എനിക്ക് വലിയൊരു അന്തരം തോന്നാറുണ്ട്. കാരണം ഞാൻ ദിവ്യം എന്നൊന്നും പറയുന്നില്ല. അന്ന് ഈ പറഞ്ഞ മാതിരി ആക്രമണം അല്ലെങ്കിൽ വൈരാഗ്യം, ഇതൊന്നും മനുഷ്യരുടെ പൊതുവെ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇത്രയും വൈരാഗ്യ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം കാണുന്നത് പോലെ. അല്ലെങ്കിൽ പകരം വീട്ടുക, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ തലമുറകൾ മാറിയപ്പോൾ, തലമുറകൾ മാറുന്നതനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവത്തിലും വ്യത്യാസം വന്നു. അതിപ്പോൾ അച്ഛനമ്മമാർ വളർത്തുന്നതിൻ്റെ ആണോ അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ കാണുന്നതിൻ്റെ ആണോ, അല്ല ഇനിയിപ്പോൾ അവർ സിനിമകളിൽ തന്നെ, ഇപ്പൊ പഴയ സിനിമകൾ പോലെയല്ല ഇപ്പോഴത്തെ സിനിമകളും നമുക്കൊക്കെ അറിയാം. ഒരുപാട് സെക്സും വയലൻസും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ്. ഈ പ്രതികാരം, എന്താ പറയാ, ആക്രമണം, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനി വേറൊരു കാര്യം, ഇപ്പൊ ഈ പുരുഷന്മാരുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ കൊല്ലുന്ന കാമുകന്മാർ എന്ന് പറഞ്ഞു. കൊല്ലുന്ന കാമുകിമാരെ നമ്മൾ കണ്ടില്ലേ? കഷായത്തിൽ വിഷം ചേർക്കുന്നു, അല്ലെങ്കിൽ മറ്റു പല വിധത്തിലും കാമുകന്മാരെ അവസാനിപ്പിക്കുന്ന കാമുകിമാരും ഇല്ലേ? അപ്പൊ അങ്ങനെ പുരുഷന്മാരെ മാത്രമായിട്ട് എന്താ പറയാ ചിത്രീകരിക്കാൻ എനിക്ക് ഇത്തിരി വിഷമമുണ്ട്. തീർച്ചയായിട്ടും മാഡം പറഞ്ഞ പോലെ തന്നെ അന്തരമുണ്ട്, വ്യത്യാസങ്ങൾ, കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മളുടെ സാംസ്കാരിക ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് ഇൻറ്റിമേറ്റ് പാർട്ട്നേഴ്സിനാൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇൻറ്റിമേറ്റ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഭർത്താവാകണമെന്നില്ല. പല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പാകാം, മറ്റ് റിലേഷൻഷിപ്പുകളാകാം, അവരുടെ ഒരു ചാറ്റ്ഷിപ്പ് ആവാം, ഇപ്പോൾ പറയുന്ന പോലെ സിറ്റുവേഷൻഷിപ്പ് ആവാം. അപ്പോൾ ഒരു തലം കഴിഞ്ഞു വരുമ്പോൾ അതിൻ്റെ രീതികൾ മാറുന്നു, അത് പബ്ലിക് ആകുന്നു എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ പലരും അതിനെ പബ്ലിക് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ ചിലപ്പോൾ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും.
എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇവരുമായിട്ട് വൈകാരികമായിട്ട് അടുക്കും. അത് പുരുഷൻ മാത്രമല്ല, സ്ത്രീക്കും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ വൈകാരികമായിട്ട് അടുത്ത് കഴിയുമ്പോൾ ഇവരില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കില്ലെങ്കിൽ നീ മറ്റാർക്കും വേണ്ട, എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റാർക്കും ആസ്വദിക്കാൻ സാധിക്കേണ്ട എന്ന നിലവാരത്തിൽ രണ്ടുപേരും ഒരുമിച്ചില്ലാതാകുകയോ അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് ഇന്ന് സൈക്കോളജിക്കലി സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും നമ്മളുടെ ഒരു വൈകാരിക തലത്തിലുള്ള വീക്ക്നെസ്സാണ് അതിന് കാരണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മീഡിയയുടെ ഒരു അതിപ്രസരം, നമ്മളുടെ പാട്ടുകളിൽ പോലും ഇന്ന് രക്തവും രക്തക്കറകളും ഇല്ലെങ്കിൽ പാട്ടുകൾ പോലും ഫേമസ് ആകില്ല എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യം. അത് കാമുകിയെ കൊല്ലുന്നത് മാത്രമല്ല, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പുകളിലെല്ലാം തന്നെ നമ്മളിന്ന് വയലൻസ് കാണുന്നു എന്നുള്ളതാണ് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞതുപോലെ ദൈവികമൊന്നും അല്ലെങ്കിലും പണ്ടുള്ള പ്രേമബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ ഏതായാലും അതിപ്പോൾ രണ്ടുപേര് തമ്മിൽ പിരിഞ്ഞു പോവുകയാണെങ്കിൽ പോലും അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കണം എന്നൊന്നുമില്ല. പക്ഷെ ഒരിക്കലും അതിപ്പോൾ സിനിമയിൽ മാത്രമല്ല, പക്ഷേ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പലതും നമ്മൾ ജീവിതത്തിലും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ആ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നമ്മളുടെ സമൂഹത്തിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണല്ലോ എല്ലാ ദൃശ്യമാധ്യമങ്ങളും മിക്കവാറും വരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്താ പറയുക, പിരിഞ്ഞു പോകുന്ന കാമുകിക്ക് ആശംസ നേരുന്ന കാമുകന്മാരെയോ തിരിച്ചധികം പാട്ടുകളിലും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ന് സമൂഹത്തിലാണെങ്കിലും അല്ല ദൃശ്യമാധ്യമങ്ങളിലാണെങ്കിലും ഒരു റിവെഞ്ച് എടുക്കുന്ന കാമുകനെയോ കാമുകിയാണ് നമ്മൾ കാണാറുള്ളത്. അത് സമൂഹത്തിൻ്റെ ആ ഒരു വ്യത്യാസം, അതായത് എന്താ പറയുക, സാമൂഹികമായി വന്നിട്ടുള്ള മാറ്റങ്ങൾ. പണ്ട് ഇത്രയും എന്താ പറയുക ക്രൂരത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു സമയത്ത് വളരെയധികം, അതൊരു ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല പല പല കാര്യങ്ങളിലും ഒത്തിരി ക്രൂരതകൾ ഈ സ്നേഹത്തിൻ്റെ ഇതിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെ ക്രൂരത വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താ പറയുക, ചിലപ്പോൾ നമ്മളുടെ ഈ ഓരോരോ മദ്യപാനമോ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് ഇതൊക്കെ തന്നെ അതിൻ്റെ ഒരു അടിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം അതൊക്കെ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യനല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക്. പണ്ട് നമുക്ക് സിഗരറ്റ് അല്ലെങ്കിൽ മദ്യപാനം ഇത് രണ്ടും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കാരണം കൂടുതലും ചെറുപ്പക്കാരാണെങ്കിലും മയക്കുമരുന്നിന് അടിമപ്പെട്ട ആൾക്കാർ, നമ്മൾ പലപ്പോഴും മയക്കുമരുന്നിന് അടിമപ്പെട്ട ആൾക്കാരെ കാണുന്നുണ്ട് ഒത്തിരി. അപ്പോൾ അവരെങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അംഗീകരിക്കാനാവാത്തൊരു കാര്യം വരുമ്പോൾ അവർ ആ ഒരു റിവെഞ്ചിലോട്ട് അല്ലെങ്കിൽ കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഓരോ വാർത്ത വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോഴും നമ്മൾ സ്നേഹിച്ച ഒരാളെ എങ്ങനെയാണ് കൊല്ലാൻ പറ്റുന്നത്. അതായത് അത് എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ ആ ഒരു സൈക്കോളജി എന്താണെന്ന് ഞാനെപ്പോഴും അതെ അതായത് എനിക്ക് ശരിയാണ്, ഇപ്പോൾ ആളെ നമുക്ക് നഷ്ടപ്പെടുന്നു. പക്ഷെ നഷ്ടപ്പെടുന്ന ആളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ക്രൂരതയല്ലേ. അതിൻ്റെ പിന്നിൽ സൈക്കോളജി എന്താണെന്ന് ചിലപ്പോൾ മാഡത്തിന് കുറച്ചും കൂടെ പറയാൻ പറ്റുമായിരിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അത് എങ്ങനെ സാധിക്കുന്നു. നമുക്ക് ഈ ജനറേഷൻ ഗ്യാപ്പും ഇതിലൊരു ഫാക്ടർ അല്ലേ, ഇത്രയും ഹ്യൂജ് ജനറേഷൻ ഗ്യാപ്പ്. ഞാൻ പറയാം, ഇപ്പൊ എന്റെ തലമുറയില് അതിനുശേഷം വന്ന 1ഉം 2ഉം തലമുറയിലൊക്കെ ഇപ്പൊ അന്നും കമിതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അകന്നു നിന്നുള്ള മനസ്സുകൊണ്ടുള്ള പ്രണയമായിരുന്നു. അത് വളരെ തീവ്രമായിരിക്കും. എത്ര തീവ്രമായാലും ഒരു പരിധിക്ക് വിട്ട് അവരെടുക്കാറില്ല. അത്ര തീവ്രമായി പ്രണയിച്ചവർ പോലും വേണ്ടി വന്നാൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് തങ്ങളുടെ പ്രണയം ത്യജിക്കാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് അവർക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പലവരും എൻ്റെ പല ഫ്രണ്ട്സും പ്രണയ വിവാഹം കഴിച്ച പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തോടു കൂടി പ്രണയം അവിടെ തീരുകയാണ്, പിന്നെ പ്രണയവും ഇല്ല, പിന്നെ സത്യം മാത്രമേ ഉള്ളൂ, ജീവിതം എന്ന സത്യം. അപ്പൊ ആലോചിക്കും, എന്താ ഞാൻ ഇദ്ദേഹത്തെ പ്രണയിച്ചതെന്ന് കാമുകിയും, ഞാൻ എന്തുകൊണ്ട് ഇവളെ പ്രണയിച്ചു എന്ന് കാമുകനും പല സന്ദർഭങ്ങളിലും
ചിന്തിച്ചു പോകുന്നതായിട്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, എഴുത്തുകാരായ സുഹൃത്തുക്കൾ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോൾ കോളേജുകളിലായാലും സമൂഹത്തിലായാലും ഒരു പരിധിയില്ലാത്ത ഫ്രണ്ട്ഷിപ്പാണ്. എന്തും ചെയ്യാം, ഏതറ്റം വരെ പോവാം. പല കോളേജുകളിലും, മിക്സഡ് കോളേജുകളിൽ പോയി നോക്കും. ഞാൻ പഠിച്ച കോളേജിൽ ഇപ്പം തന്നെ പോയി നോക്കിയാൽ അന്നത്തെ അന്തരീക്ഷമല്ല എന്ന് കാണുന്നത്. അതായത് എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം, ആരും ചോദിക്കാനൊന്നും വരില്ല. അപ്പം മാംസനിബദ്ധമായി പ്രണയം. ആ മാംസനിബദ്ധ പ്രണയം തന്നെയാണ് ലിവിങ് ടുഗദറിലേക്കും ചെന്നെത്തിയത്. അത് വരുമ്പോഴും എന്താ, മറ്റത് അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോൾ ആരെങ്കിലും ഉത്തരവാദിപ്പെട്ട ഒരു കുടുംബം പിന്നിലുണ്ടാവും, പിൻബലമാണത്. ഇതാവുമ്പോഴോ പിൻബലമില്ലാതെ ലിവിങ് ടുഗദർ, അല്ലെങ്കിൽ പിൻബലമില്ലാത്ത പ്രണയമാവുമ്പോൾ എന്തും നടക്കും. അപ്പൊ പ്രതികാരം വന്നാ പ്രതികാരം വീട്ടും. അത് കൊന്നാ മാത്രം പോരല്ലോ, ചിലവര് കൊന്നും കഴിഞ്ഞിട്ട് കഷ്ണാക്കണവരുണ്ട്, പല ഉപദ്രവവും ചെയ്യണവരുണ്ട്. അപ്പോൾ അങ്ങനെ അത്രത്തോളം ക്രൂരത ഈ പറഞ്ഞ മാതിരി ഇപ്പം ഈ കുട്ടി ഡോക്ടർ പറഞ്ഞ പോലെ മദ്യവും മയക്കുമരുന്നും അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാതെ വയ്യ. ഇതിനെപ്പറ്റി നിശാന്തിന് എന്താണ് അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ജനറേഷൻ പൊതുവെ ഒരു നോ എന്നുള്ളത് സ്വീകരിക്കാൻ മടിയുള്ള, അവർക്ക് അത് അത്രയും ഉൾക്കൊള്ളാൻ, നോ എന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര മടിയാണ്. അതായത് ഇമോഷണലി വളരെ വീക്കാണ് ഇന്നത്തെ ജനറേഷൻ. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു നോ എന്നത് താങ്ങാൻ, ഇപ്പം അച്ഛനമ്മമാരൊരു സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അതിനോടിപ്പോയി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ. അപ്പം അത്രയും ഇതാണ്, ഒരാളെടുത്തുനിന്ന് ഒരു റിജക്ഷൻ താങ്ങാനുള്ള ഒരു കരുത്ത് അവർക്കില്ല. അതിനുള്ള കാരണം നമ്മളും ഉത്തരവാദികളാണ്, നമ്മളും പാരൻസും ഉത്തരവാദികളാണ്, സമൂഹം ഉത്തരവാദികളാണ് എല്ലാവരും. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ മദ്യവും മയക്കുമരുന്നും, പൊതുവെയുള്ള വയലൻസ്, പൊതുവെയുള്ള പിന്നെ സിനിമകൾ, ഇപ്പം പണ്ട് ഇൻ്റർനെറ്റ്, അതാണ് മെയിൻ വിപ്ലവം നടന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് എന്തും കാണാനും കേൾക്കാനും ലഭിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുകയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയും ചെയ്യാം, പണ്ടത്തെ പോലെ മരം ചുറ്റി പ്രേമം മാത്രമല്ല. അപ്പം അങ്ങനെ പലതും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു. അതാക്കുന്നു. അതിൻ്റെ കൂടെ ഒരു വീക്ക് തന്നെ പ്രത്യേകം തന്നെ എടുത്ത് പറയണം, വീക്ക് EQ, ആ ഒരു ഇമോഷണൽ കോഷൻസും കൂടെ ആവുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഡൺ. അതാണ് അതിൻ്റെ കാര്യം. അതാണ് ഇതിൽ എനിക്ക് ഏതിനോടും ഒരു ഓപ്പോസിറ്റ് വ്യൂ അല്ലെങ്കിൽ ഒരു എതിർ അഭിപ്രായമില്ല. പക്ഷേ എൻ്റെതായിട്ടുള്ള ഒരു ശക്തമായ വ്യൂ എല്ലാത്തിലും എനിക്കുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ടിതില്ലായിരുന്നു എന്നതിലുമുപരി പണ്ടിത് അറിയുമായിരുന്നില്ല, അതായത് മറ്റാളുകളിലേക്ക് ഇത് എത്തുമായിരുന്നില്ല എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പണ്ട് കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എനിക്ക് എന്തറിയാം, എൻ്റെ ചുറ്റുമുള്ളവരുടെ കാര്യം മാത്രം അറിയാം, അത് പണ്ട്. പക്ഷെ ഇന്ന് എങ്ങനെയാണ്, എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരുടെ കാര്യം മാത്രമല്ല, അടുത്ത ജില്ല, അടുത്ത സംസ്ഥാനം, അടുത്ത രാജ്യം, അടുത്ത ഭൂഖണ്ഡം, ഈ യൂണിവേഴ്സിലുള്ളതെല്ലാം എനിക്ക് അറിയാൻ കഴിയുന്നു എന്നുള്ള ഒരു വിപ്ലവം തന്നെയാണ് ഇന്റർനെറ്റ്. ഞാൻ തർക്കിക്കുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് നമുക്ക് തുടച്ചു നീക്കി ഇല്ലായിരുന്നു അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഉണ്ടായിരുന്നതായി ചില സൂചനകളും ഉണ്ടാവും. അതായത് പണ്ടത്തെ പ്രണയം പറഞ്ഞ പോലെ തന്നെ ദിവ്യ പ്രണയം എന്നുള്ളതൊക്കെ കവികൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ എഴുത്തുകാർ എഴുതുമ്പോൾ മാത്രം ആണ് നമ്മൾ അറിയുന്നത്. കാരണം ഒരുപക്ഷെ ഞാൻ ആ ഒരു സാഹചര്യത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ടായിരിക്കാം. ആ ഒരു പഴയ കാലഘട്ടത്തിൽ അന്ന് അതെല്ലാം ഉണ്ടായിരുന്നു. അത് ഒരു സാധനം ഒരാൾ എഴുതണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആശയം ഒരാളുടെ മനസ്സിൽ വരണമെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കാം? അത് കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് പണ്ട് ദിവ്യ പ്രണയം അല്ലെങ്കിൽ എന്താ പറയാ, അത്രയും മാംസനിബിഡമല്ലാത്ത പ്രണയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ഇന്നും ഉണ്ടായിരുന്നിരിക്കാം. ഇന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്ന് ദിവ്യമായ പ്രണയങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്ന് സെക്സ് ഓറിയന്റഡ് അല്ലാത്ത പ്രണയങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഉണ്ടായിരിക്കാം. നമ്മളത് ഇല്ലെന്ന് പറയാൻ നമ്മൾ ആരും അല്ലല്ലോ. ഇന്നും പ്രണയം, അങ്ങനത്തെ പ്രണയങ്ങളുണ്ട്, അന്നും അങ്ങനത്തെ പ്രണയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു കൗണ്ടർ പാർട്ട് എന്നുള്ള രീതിയിൽ ഇന്നത്തെ പോലത്തെ വയലൻസ് ഉള്ള, അതായത് സ്ത്രീയെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് കിട്ടുമ്പോൾ അല്ലെങ്കിൽ തനിക്ക് തനിച്ചൊരു സ്ത്രീയെ ലഭിക്കുമ്പോൾ അതിന് തൻ്റെ പ്രണയിനി ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അറിയാത്തൊരു സ്ട്രേഞ്ചർ ആയിക്കോട്ടെ, അവരോട് വൈകൃതമായിട്ട് അല്ലെങ്കിൽ വന്യമായിട്ട് പെരുമാറുന്ന പുരുഷന്മാർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അന്ന് ഇല്ലായിരുന്നെങ്കിൽ അന്ന് പണ്ടത്തെ എന്താ പറയാ വില്ലന്മാരുണ്ടായിരുന്നല്ലോ അല്ലെ, പണ്ടത്തെ എനിക്ക് പേരുകൾ പലതും ജോർജ് പ്രകാശ് കണ്ടോ പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നു. അവരൊന്നും ഇല്ലായിരുന്നിരിക്കും. അവരെന്തുകൊണ്ടാ വന്നത്? അങ്ങനെ ഒരു ചിന്ത എന്തുകൊണ്ട് ഒരു എഴുത്തുകാരന്റെ മനസ്സിൽ വന്നു?
അങ്ങനെ അന്നും ഉണ്ടായിരുന്നു അങ്ങനത്തെ ആൾക്കാർ. അതുകൊണ്ടാണല്ലോ അയാളുടെ എഴുത്തുകാരന്റെ മനസ്സിലത് വന്നത്. പിന്നെ ഇന്നത്തെ വയലൻസ്, കറ, ചോരക്കറ, രക്തക്കറ എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? ഇന്നത്തെ ഡയറക്ടർമാർ അല്ലെങ്കിൽ ഇന്നത്തെ എഴുത്തുകാരെല്ലാവരും കുറച്ചുകൂടി നാച്ചുറൽ ആവട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആയിട്ട് എഴുതുകയാണ്. അതായത് ഈ പുറംമോടിയൊന്നും ഇല്ലാതെ അതിനെ അങ്ങ് പോളിഷ് ചെയ്ത് ദിവ്യാനുരാഗത്തിന്റെ ആന്തോളനങ്ങൾ എന്നതിലുപരി അവിടെ ഇവര് തമ്മിൽ ഇങ്ങനത്തെ കുറച്ച് കച്ചറ വഴക്കും വർത്താനം ഒക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ ഇന്നത്തെ ഡയറക്ടർമാരോ തിരക്കഥാകൃത്തുക്കളോ വ്യഗ്രത കൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് സ്ക്രീനിലേക്ക് നമ്മളിലേക്കും എത്തുന്നത് എന്നതാണ് അതിൻ്റെ ഒരു ആസ്പെക്ട്. പിന്നെ നമ്മുടെ പോയിന്റിലോട്ട് ഞാൻ വീണ്ടും എത്തിയില്ല. കാമുകന്മാർ അല്ലെങ്കിൽ കാമുകിമാർ, കൊല്ലുന്ന കാമുകന്മാരോ കാമുകിമാരോ അങ്ങനെ പറയാനാണ് എനിക്കും ഇഷ്ടം. അപ്പം അങ്ങനെ അതിലേക്ക് എത്തുന്നത് മെയിൻ പോയിന്റ് നോ എന്നുള്ള കാര്യം. ബിഗ് നോ അല്ലെങ്കിൽ ഒരു സ്മോൾ നോ, ഈ രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നോ എന്ന് പറയുന്നത് നെഗേഷനോട് താല്പര്യമില്ലാത്ത സൊസൈറ്റി ആയി മാറിയതിന് കാരണം എന്ന് പറയുന്നത് അത് പണ്ടുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ചോരക്കറ, രക്തക്കറ എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? ഇന്നത്തെ ഡയറക്ടർമാർ അല്ലെങ്കിൽ ഇന്നത്തെ എഴുത്തുകാരെല്ലാവരും കുറച്ചുകൂടി നാച്ചുറൽ ആവട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആയിട്ട് എഴുതുകയാണ്. അതായത് ഈ പുറംമോടിയൊന്നും ഇല്ലാതെ അതിനെ അങ്ങ് പോളിഷ് ചെയ്ത് ദിവ്യാനുരാഗത്തിന്റെ ആന്തോളനങ്ങൾ എന്നതിലുപരി അവിടെ ഇവര് തമ്മിൽ ഇങ്ങനത്തെ കുറച്ച് കച്ചറ വഴക്കും വർത്താനം ഒക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ ഇന്നത്തെ ഡയറക്ടർമാരോ തിരക്കഥാകൃത്തുക്കളോ വ്യഗ്രത കൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് സ്ക്രീനിലേക്ക് നമ്മളിലേക്കും എത്തുന്നത് എന്നതാണ് അതിൻ്റെ ഒരു ആസ്പെക്ട്. പിന്നെ നമ്മുടെ പോയിന്റിലോട്ട് ഞാൻ വീണ്ടും എത്തിയില്ല. കാമുകന്മാർ അല്ലെങ്കിൽ കാമുകിമാർ, കൊല്ലുന്ന കാമുകന്മാരോ കാമുകിമാരോ അങ്ങനെ പറയാനാണ് എനിക്കും ഇഷ്ടം. അപ്പം അങ്ങനെ അതിലേക്ക് എത്തുന്നത് മെയിൻ പോയിന്റ് നോ എന്നുള്ള കാര്യം. ബിഗ് നോ അല്ലെങ്കിൽ ഒരു സ്മോൾ നോ, ഈ രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നോ എന്ന് പറയുന്നത് നെഗേഷനോട് താല്പര്യമില്ലാത്ത സൊസൈറ്റി ആയി മാറിയതിന് കാരണം എന്ന് പറയുന്നത് അത് പണ്ടുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിൽ ഞാൻ പണ്ടില്ല എന്നേ പറയുള്ളൂ. കാരണം പണ്ട് 10 or 12 മക്കളുണ്ട്. അതിൽ ആദ്യത്തെ കൊച്ചിനെ തന്നെ പൂർണ്ണമായിട്ടും കെയർ ചെയ്തോ എന്നുള്ളതിന് സംശയം വരിക. പക്ഷെ സ്നേഹം കുറവുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പണ്ടത്തെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും സ്നേഹം വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് പറഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റില്ല. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ പണ്ട് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ ഒരു കണ്ണുണ്ടാവും മക്കളിൽ. പക്ഷെ അവരെ ഊട്ടി സ്പൂൺ ഫീഡിങ് ആണ്. അയ്യോ മോനെ അങ്ങനെ ചെയ്യണം, മോനെ നീ ഇങ്ങനെ ചെയ്യണം, അവന് ഏറ്റവും നല്ല ടോയ് മേടിച്ചു കൊടുക്കണം, ഒരു പുതിയ കാർ നിരത്തിലിറങ്ങിയാൽ അത് മേടിച്ചു കൊടുക്കണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ക്ലാസ്മേറ്റിന് ഒരു പുതിയ ബൈക്ക്, ഡ്യൂക്ക് എന്ന് പറഞ്ഞൊരു ബൈക്ക് മേടിച്ചു കൊടുത്തപ്പം, ആ സമയത്ത് ആദ്യത്തെ ബൈക്ക് മേടിച്ചു കൊടുത്തപ്പം ഒരു ടീച്ചർ ചോദിച്ചു പാരന്റിനോട്, യോ അവൻ എന്ത് സ്പീഡിലാണ് പോകുന്നത് നോക്കൂ. അപ്പൊ പറഞ്ഞ എന്താണെന്നറിയോ, സ്പീഡിൽ പോകാനല്ലേ ടീച്ചർ അത് മേടിച്ചു കൊടുത്തേ എന്ന് പറഞ്ഞ അമ്മയാണ്. ആ പയ്യന്റെ പുറകിലിരുന്ന എൻ്റെ തന്നെ ഒരു സഹപാഠി വളരെ വ്യസനത്തോടെ, ഞാൻ പറയുന്നു വളരെ വിഷമത്തോടെ, എനിക്കിപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, മരണപ്പെടുകയുണ്ടായി വിത്തിൻ 1 week. അപ്പം ആ പറഞ്ഞ അമ്മയുടെ മുഖത്ത് നോക്കി ആ ടീച്ചർക്ക് ചോദിക്കാം സ്പീഡിൽ പോയതിന്റെ എന്താണെന്നുള്ളത്. പക്ഷെ അപ്പോഴും അമ്മമാർ മക്കളെ ന്യായീകരിക്കുകയുള്ളൂ. ഇന്നത്തെ അമ്മമാർ, ഇന്നത്തെ അച്ഛന്മാർ മക്കളെ ന്യായീകരിക്കാൻ മത്സരിക്കുന്നു. അതെന്തിന് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. പണ്ടത്തെ അച്ഛനമ്മമാർ അങ്ങനെയല്ല വളർത്തുക. ആ വളർത്തിയ രീതിയെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ അക്സെപ്റ്റബിൾ, ഞാൻ അതിലേക്ക് യോജിക്കുന്നു. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ പണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അതൊരു പക്ഷെ അന്നത്തെ കാലം കാണാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. അല്ല, ഇപ്പൊ ഇവിടെ പറഞ്ഞത് പണ്ടില്ല എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. പണ്ടും ഉണ്ടായിരിക്കാം, അറിയാത്തത് ഒരു പോയിന്റ്, ഓക്കെ. പക്ഷേ പണ്ടത്തെ ഇന്നത്തെ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, കാരണം ഞാൻ ഒരു 90s ബാക്ക് ഞാൻ മുമ്പേ ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ അന്ന് കണ്ടതും ഇന്ന് കണ്ടതും എന്നുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. ഇപ്പോൾ ഒരു കുട്ടി, വളരെ ചെറിയ കുട്ടിയായിക്കോട്ടെ, കുട്ടി വർത്താനം പറയാൻ തുടങ്ങിക്കഴിയുമ്പോൾ അമ്മയും അച്ഛനെ വളരെ മോശമായ വാക്കുകൾ വിളിക്കുകയാണെന്ന് വിചാരിച്ചോളൂ, അത് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടും. എന്നിട്ട് ആ കുട്ടി എന്തോ വലിയ കാര്യം ചെയ്തതായിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. അതായത് കൊച്ച് സ്വന്തം അമ്മയും അച്ഛനെയും തെറി പറയുന്നത് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അതിന് ലൈക്ക് കൂടുതൽ മേടിച്ച്, അപ്പോൾ അതിന് ഒത്തിരി ലൈക്ക്, ആ കുട്ടി അപ്പോൾ അങ്ങനെ വളരുന്നൊരു കുട്ടി സ്വാഭാവികമായിട്ട് അവന് മനസ്സിലാവുന്നില്ല. അതായത് ഞാനീ കാണിക്കുന്നത് ഇത് തെറ്റാണെന്ന് അവന് മനസ്സിലാവണ്ടേ. ഇതിന്റെ വേറൊരു ആസ്പെക്ട് ഉണ്ട്. ഇനി സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയിരിക്കട്ടെ, സ്ട്രിക്ട്നെസ് ഞാൻ പറഞ്ഞു വരട്ടെ ഇതിലേക്ക്. അതായത് അപ്പൊ അവന് മനസ്സിലാവുന്നില്ല ഇതൊരു തെറ്റാണെന്ന്. അപ്പൊ ഇവൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ അവൻ അതിൽ കൂടുതൽ ചെയ്യും പിന്നീട്. പക്ഷെ ഇപ്പൊ ഞാൻ ആസ് എ ഡോക്ടർ, ഇപ്പൊ നമ്മളൊരു കുട്ടി വരെയാണ്, ഒരു കുട്ടിക്ക് മരുന്ന് എഴുതുമ്പോൾ ആ കുട്ടി 5 or 6 വയസ്സായെന്ന് വെച്ചാൽ 7 വയസ്സ്, ഗുളിക കഴിക്കോ? ഓ ഇല്ല ഡോക്ടർ, കുട്ടി സിറപ്പ് മാത്രമേ കഴിക്കുള്ളൂ.
അപ്പോൾ ഈ സിറപ്പ് ഒരു പരിധി, നമുക്കൊരു 5-6 വയസ്സ് വരെ കഴിഞ്ഞാൽ സിറപ്പിൻ്റെ ഡോസ് കൂട്ടണം. അപ്പം ഞാൻ പറയും നിങ്ങൾ തന്നെ ഇത് പഠിപ്പിക്കണം. അതല്ലെങ്കിൽ എനിക്ക് വിരോധമില്ല, ഞാൻ സിറപ്പ് എഴുതരാം, ഡോസ് കൂട്ടുമ്പോൾ അതിനനുസരിച്ച് എന്താ പറയുക, ആ സിറപ്പ് ചിലപ്പോൾ 1 ബോട്ടിൽ മതിയാവുന്നത് 4 ബോട്ടിൽ വാങ്ങേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് പൈസ കൂടും. അങ്ങനത്തെ രീതിയിൽ അവരോട് പറയുമ്പോൾ അപ്പോൾ അവർ എന്നാൽ കൊടുത്തു നോക്കാം. പക്ഷേ അപ്പോൾ ഈ അമ്മയ്ക്ക് മുമ്പേ കൊടുത്തു നോക്കാം. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഒരു പാരൻറ്റിങ്ങിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ത് പറഞ്ഞാലും അത് സാധിക്കണം. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും നോ പറഞ്ഞാൽ അതൊരു നോ തന്നെയാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ നോ എന്നവർ ഒരിക്കൽ പറഞ്ഞു, ആ നോ അവർ മാറ്റില്ല. അത് അന്നത്തെ പാരൻസ് അങ്ങനെ ആയിരുന്നു. അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികളോട് നോ എത്ര പാരൻസ് പറയും? അപ്പോൾ ഉടനെ പറയും, ആ അതെ ഞങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കില്ല. അതെന്തുകൊണ്ടാണ് കേൾക്കാത്തത്? ഈ കുട്ടി ജനിച്ചപ്പോൾ നമ്മളത് ശീലിപ്പിച്ചിരുന്നെങ്കിൽ ആ കുട്ടി കേൾക്കുമായിരുന്നില്ലേ? അത് നമ്മൾ ശീലിപ്പിക്കുന്നില്ല കുട്ടിക്കാലം തൊട്ട്. കാരണം ഒരു കുട്ടി ചെറിയ കാലങ്ങളിൽ അവൻ എന്ത് ചെയ്യുന്നു അത് അവന് വലുതായി നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ കുട്ടിക്കാലത്ത് അവൻ ആ ട്രെയിനിങ് കൊടുക്കണം. ഇപ്പോൾ സ്കൂളുകളിൽ ടീച്ചർമാർ തല്ലിയാൽ എൻ്റെ കൊച്ചിനെ എന്തിനു തല്ലി എന്ന് ചോദിച്ച് ചെല്ലുന്ന പാരൻസേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ എൻ്റെ അമ്മ, എനിക്ക് ദൈവം സഹായിച്ച് തല്ല് കിട്ടിയിട്ടില്ല ഭാഗ്യത്തിന്. പക്ഷെ തല്ല് കിട്ടിയാലും ഒരു അമ്മയും അച്ഛനും ടീച്ചറോട് ചോദിക്കാൻ ചെല്ലില്ല. ഇന്നതല്ല, സ്ഥിതി മാറി. ടീച്ചർമാർക്ക് തല്ലാൻ പേടിയാണ്. കാരണം തല്ലിയാൽ ചിലപ്പോൾ അവൻ ബ്ലേഡ് കൊണ്ട് ടീച്ചറുടെ കൈ മുറിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം മാറ്റം ഉള്ളത് തന്നെയാണ്. അത് സോഷ്യൽ മീഡിയ വന്നറിയാത്തതൊന്നുമല്ല. പണ്ട് പലരെയും പേടി എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്നത്തെ ജനറേഷന് പേടി വളരെ കുറവാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ, കാരണം നമ്മളൊക്കെ എന്താ പറയുക, ഇപ്പോൾ കോളേജിൽ പോകുമ്പോൾ ഏതൊരാളും ചിലപ്പോൾ പ്രേമിച്ചിട്ടുണ്ടാവും ഇല്ല എന്ന്. കാരണം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. കാരണം നമുക്കൊരാളോട് ഇഷ്ടം തോന്നി, നമ്മൾ 100 വട്ടം ചിന്തിക്കും. കാരണം നമുക്ക് ഇന്നത്തെ ഒരു പെൺകുട്ടിക്ക്, ഞാൻ ആൺകുട്ടികളെ വിട്ടോളൂ, ആൺകുട്ടികളൊന്നും ഓവറോൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരിക്കലും ഒരു സ്നേഹം തോന്നി ഓടിപ്പോയിട്ട് അവനോട് ഇഷ്ടമാണ് എന്ന് പറയാനുള്ളൊരു ധൈര്യം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 100 വട്ടം ചിന്തിക്കും, അത് പറയാമോ അങ്ങനത്തെ ഒരു ഇൻഹിബിഷൻ ഇന്നില്ല. അത് ധൈര്യമായിട്ട് പോയി പറയും. അപ്പം അതൊക്കെ, അതായത് കുറേ കാര്യങ്ങളിൽ അത് നല്ലതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും അത് ദോഷമായി വരുന്നുണ്ട്. അപ്പം നോ പറയേണ്ടടുത്ത് പാരൻസ് ആയാലും നമ്മൾ ആരായാലും, നമ്മുടെ ഗാർഡിയൻ നമ്മുടെ അടുത്ത് നോ പറയേണ്ടടുത്ത് കുട്ടിക്കാലം തൊട്ട് അത് ശീലിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ ആ ഒരു സിബ്ലിങ്സിൻ്റെ ഇടയിൽ വയലൻസ്, ഒരാൾ അങ്ങോട്ട് തല്ലുന്നു. അപ്പോൾ ചെറിയ കുട്ടി മൂത്ത ആളെ തല്ലുമ്പോൾ അത് എൻകറേജ് ചെയ്യുന്ന രീതിയിൽ അത് എൻജോയ് ചെയ്യരുത് ഒരിക്കലും നമ്മൾ. അല്ലെങ്കിൽ കുട്ടികൾ പാരൻസിനെ തല്ലുന്നത്, അതായത് ഞാൻ അങ്ങനത്തെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടാണ് പറയണത്, അല്ലാണ്ട് വെറുതെ പറയല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ആ കുട്ടി വെറുതെ തല്ലുമ്പോൾ അത് അംഗീകരിക്കില്ല. ആ കുട്ടിക്ക് തിരിച്ചൊരു തല്ല് കൊടുത്താൽ ആ കുട്ടിക്ക് അതൊരു കണ്ടീഷൻ റിഫ്ലെക്സ് ആണ്. അതായത് ഇങ്ങനെ ചെയ്താൽ തല്ല് കിട്ടും. ആ കണ്ടീഷൻ റിഫ്ലെക്സ് നമ്മൾ ശീലിപ്പിക്കണം. നമ്മൾ വീട്ടിൽ പട്ടിയോ പൂച്ചയാണെങ്കിൽ അത് ശീലിപ്പിക്കുമല്ലോ. ഒരു പട്ടി നമ്മളുടെ അടുത്ത് ഓടി വന്നാൽ നമ്മൾ അതിനെ തല്ലോ, അല്ലെങ്കിൽ അത്. അപ്പോൾ ആ കണ്ടീഷൻ റിഫ്ലെക്സ് ഈ കുട്ടികൾക്ക് ഇപ്പം ഉണ്ടാവണില്ല. അതായത് ഡോക്ടർ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഈ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതാണ് ഇതിനകത്തുള്ളൊരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. ചെറിയ പ്രായത്തിൽ നമ്മുടെ കുഞ്ഞ് മുഖത്ത് നോക്കി ഒരു ചീത്ത വാക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ അടുത്തുള്ള ആളെ അടിക്കുമ്പം, ടീച്ചറിനെ കുറിച്ച് പരാതി പറയുമ്പം, ഇതെല്ലാം വീട്ടുകാർ അതിനും ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു വീട്ടിൽ 5, 6 അല്ലെങ്കിൽ 10, 12 ഉള്ള സ്ഥാനത്ത് ഇപ്പം വളരെ കാത്തിരുന്ന് ട്രീറ്റ്മെൻറ്റുകൾക്ക് ശേഷം ഒരാളെയാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നീട് ആ വീട് മുഴുവനും ഈ കുട്ടിയുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ വീട് മുഴുവനും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് തരംതിരിക്കാൻ പോലും ഒരു സമയം വേർതിരിക്കാതെ അവൻ ചെയ്യുന്നതെല്ലാം ഒരു ഗുഡ് ബിഹേവിയറായിട്ട്, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ബാഡ് ഹാബിറ്റ്സ് പോലും പ്രൊമോട്ട് ചെയ്യപ്പെടുകയും, അപ്പോൾ അവന് ഈ ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ചെറുപ്പം തൊട്ടേ ഉണ്ടായി വരികയും, അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിജക്ഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുള്ളതെല്ലാം എസ് മാത്രമാണ്. ഞാൻ പറയുന്നത് എന്തും എസ് ആണ് പറയുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ഇന്ന് ഭയത്തോടു കൂടി ജോലി ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അധ്യാപകരാണ്.
പണ്ട് നമ്മൾ ഏറ്റവും നല്ല ഒരു ജോബെന്ന് കണ്ടിരുന്ന ആ ഒരു പ്രൊഫഷൻ ഇന്ന് അധ്യാപകർക്ക്, ഞാനിത് പല സ്കൂളുകളിലും കോളേജുകളിലും ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പം അധ്യാപകരിൽ നിന്ന് തന്നെ നേരിട്ട്, അതൊരു LP സ്കൂള് അധ്യാപിക തൊട്ട് ഒരു കോളേജിലെ പ്രൊഫസർ, ഞാനൊരു നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. ഒരു കോളേജിലെ പ്രിൻസിപ്പൽ തന്നെ നേരിട്ട് 3:30-ക്ക് ശേഷം കോളേജ് കഴിഞ്ഞ ഉടനെ കുട്ടികളെ ക്യാമ്പസിൽ നിന്ന് ആക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് മാഡം ഇങ്ങനെ 3:30-ക്ക് ശേഷം, ഇത് ഇവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണ്ടേ? അപ്പോൾ അങ്ങനെ ഈ ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയറും റിജക്ഷൻസിനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബിഹേവിയറും ചെറുപ്പം തൊട്ട് വരികയും അതിൻ്റെ കൂടെ പിന്നെ നസ്ലിം പറഞ്ഞ പോലെ തന്നെ ഒരു ഇമോഷണൽ കോഷ്യൻറ്റിൻ്റെ വീക്ക്നെസ്, അതായത് ഇമോഷണലി വളരെ വീക്കാകുകയും ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിൽ, അതും എൻ്റെ യൗവന കാലഘട്ടത്തിൽ, ചോരത്തിളപ്പുള്ള കാലഘട്ടത്തിൽ ഒരിടത്ത് നിന്ന് ആദ്യമായിട്ട് നോ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി കാമുകൻ്റെ അടുത്തുനിന്നോ കാമുകിയുടെ അടുത്തുനിന്നോ വേണമെന്നില്ല, ഞാൻ ആഗ്രഹിച്ചൊരു കോളേജിൽ എനിക്ക് സീറ്റ് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഒരാൾ എന്നോട് പെരുമാറാതിരിക്കുമ്പോൾ ഒക്കെ തന്നെ അവിടെ വയലൻസ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കിത് ഒരുമിച്ച് തുടച്ചു നീക്കാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ പറയും ഏറ്റവും ആത്യന്തികമായിട്ട് പേരൻറ്റിങ്ങിലാണ് നമ്മൾ വ്യത്യാസം കൊണ്ടുവരേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിക്ക് ഈ പറഞ്ഞ പോലെ 10 വർഷങ്ങൾക്ക് ശേഷം ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു കുഞ്ഞ് ജനിച്ചു. ഇപ്പോൾ ആ കൊച്ചു വലുതായി, വലിയ ക്ലാസ്സിലൊക്കെ ആയി. അപ്പം ഒരു ദിവസം വേറൊരു ആളെ പരിചയപ്പെട്ടപ്പോൾ പറയാണ്, എനിക്കൊരു മോളുണ്ട്. വലിയ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, 10 വർഷത്തിന് ശേഷം കാത്തിരുന്ന് കിട്ടിയതാണ്. അപ്പോൾ പക്ഷെ അതുകൊണ്ട് എന്താ, നോ പറയാൻ പറ്റില്ല അവളോട് ഒരു കാര്യത്തിനും. അപ്പം ഞാൻ മനസ്സിലോർത്തു, ജനിക്കുമ്പോഴേ കൊച്ച് നോ കേൾക്കാതിരിക്കാൻ റെഡിയായിട്ടല്ലല്ലോ വരുന്നത്. അത് നമ്മളെങ്ങനെ വളർത്തുന്നോ അതിനനുസരിച്ചാണ്. ഇപ്പം പണ്ടുള്ളവർ പറയുന്ന, ഒറ്റ വാക്കി പറഞ്ഞാൽ വളർത്തുദോഷം എന്ന് പണ്ടുള്ളവർ പറയുന്ന ആ ഒരു കാര്യം, അത് ഇപ്പം അത്ര അങ്ങനെ ഞാൻ അടച്ചു പറയുന്നതല്ല, ഞാൻ പറയാണ് അതാണ്. അപ്പം അത് നോ അപ്പം ഞാൻ അന്തം വിട്ടുപോയി. കാരണം എന്താ വെച്ചാൽ 10 വർഷം കഴിഞ്ഞുണ്ടായത് കൊണ്ട് എന്താ അവളോട് ഒരു കാര്യത്തിലും നോ പറയാൻ പറ്റില്ല. അപ്പം ഇതും എന്താണ് അതിൻ്റെ ആ ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലായില്ല. അതാണ് ദോഷം എന്ന് പറയുമ്പം അതിനകത്തും ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. കാരണം ഇന്ന് ജനിക്കുന്ന 10-ൽ 6 കുഞ്ഞുങ്ങൾക്കും ന്യൂറോ ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്. അതായത് അവർക്ക് പിന്നീട് അത് സ്വഭാവ വൈകല്യമോ പെരുമാറ്റ വൈകല്യമോ പഠന വൈകല്യമോ ആയി മാറത്തക്ക രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ അവിടെ ഉണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് നമ്മളുടെ പേരൻസിൻ്റെ ലൈഫിൽ തന്നെ പല പേരൻസും അവർക്ക് പേരൻറ്റിങ് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ പേരൻറ്റിങ് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഇമോഷണൽ കോഷ്യൻറ്റും സോഷ്യൽ സിറ്റുവേഷനും ഇല്ല. ഫാമിലിയോടൊപ്പം ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഓപ്പൺ അപ്പ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ആ കുഞ്ഞിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ, ചേർത്ത് പിടിക്കാൻ, ഈവൻ ദോ അത് അറിയുന്ന പോലും ഇല്ല. അല്ല, പണ്ട് ജോയിന്റ് ഫാമിലി എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അതാണ് നമ്മൾ ഒരു ഷെയർ ചെയ്യാം. അല്ല, ഇതിൽ തന്നെ ഇപ്പോൾ പണ്ടത്തെ ഇതിൽ ഇപ്പോൾ കേരളം ഏറ്റവും എന്താ പറയുക സാക്ഷരതയിൽ മുന്നോട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന സംസ്ഥാനമാണ്. പണ്ടൊക്കെ ശരിയാണ്, ശൈശവ വിവാഹങ്ങൾ നടന്നു വളരെ പണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു കല്യാണത്തിൻ്റെ ഏജൊക്കെ കുറേയും കൂടെ മുന്നോട്ട് പോയി. 22, 23, 24 അങ്ങനെ. പക്ഷേ ഇന്ന് നോക്കിക്കോളൂ, ഇന്ന് ഒത്തിരി വിഭാഗങ്ങളിൽ അത് പിള്ളേർ 18 വയസ്സാവുമ്പോഴേക്കും കല്യാണം കഴിക്കണം എത്രയോ കുട്ടികൾ. ഞാൻ പറയുകയാണെങ്കിൽ അത് ഓക്കെയാണ്, പക്ഷെ അതിലേക്ക് നമ്മൾ അതിനെല്ലാം ഞാൻ പറയണം, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ഈ 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു, 19-ാം വയസ്സിൽ, ഞാനിത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ കുട്ടി 19 വയസ്സാവുമ്പോഴത്തേക്ക്, ഇന്നലെ വന്നൊരു രോഗിയുടെ കാര്യത്തെക്കുറിച്ച്, അതായത് ആ കുട്ടി പ്രഗ്നൻ്റ് ആയി, ഭയങ്കര ഛർദിയാണ്. അപ്പം നമ്മൾക്ക് സ്വയം ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു ഫിസിക്കൽ ബുദ്ധിമുട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രായം, അതായത് നമ്മൾക്ക് പ്രഗ്നൻസിക്ക് ഒരു പ്രായം, അതായത് 21 വയസ്സ് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഗവൺമെൻറ് ഒരു 21 ഇയേഴ്സ് മാരേജ്, ഇപ്പോൾ സ്ത്രീകൾക്ക് 18 വെച്ചിട്ടുണ്ട്, ഓക്കെ. പക്ഷെ അത് എന്തുകൊണ്ടാണ് ആ മെച്യൂരിറ്റി ഏജ് എന്ന് പറയുന്നത്? നമ്മൾ മാനസികമായി ഇതിനെ അംഗീകരിക്കാൻ, ഇപ്പോൾ ഒരു പ്രഗ്നൻസി ആണെങ്കിലും ഒരു കുഞ്ഞാണെങ്കിലും അവനവന് സ്വയം അവനവൻ്റെ കാര്യം നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞു കൂടി വന്നാൽ, ഞാനിത് നേരിട്ട് കാണുന്നതുകൊണ്ടാണ് ഈ പോയിന്റ് ഞാൻ പറയണത്. കാരണം ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പല അമ്മമാർക്കും അറിയില്ല. കാരണം 19 വയസ്സിൽ, ഇപ്പം പണ്ടത്തെ അമ്മമാർ 19 വയസ്സ് അമ്മയെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അന്ന് പ്രശ്നമില്ലായിരുന്നു, കാരണം അന്ന് അവർക്ക് എല്ലാം അറിയാം. അപ്പം ഇപ്പോഴത്തെ അമ്മമാർക്ക് ആ ഒരു കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് അവർ നല്ല രീതിയിൽ ആ കുട്ടിയെ പാരന്റ് ചെയ്ത് കൊണ്ടുവരിക?
നമ്മള് വിഷയത്തിൽ നിന്ന് വല്ലാണ്ട് വ്യതിചലിച്ചു പോയി എന്ന് ആദ്യം ഞാൻ പറയട്ടെ. നമ്മളിപ്പോ കുട്ടികളെ വളർത്തലല്ല വിഷയം, കൊല്ലുന്ന കാമുകന്മാരാണ് വിഷയം. ഞാൻ എൻ്റെ മകനെ പ്രസവിക്കുമ്പോൾ എനിക്ക് 19 വയസ്സും 2 മാസമാണ് പ്രായം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. എൻ്റെ മകന് ഇപ്പൊ 55 വയസ്സായി. അപ്പൊ അവൻ പറയണ അമ്മയും ഞാനും തമ്മിൽ വലിയ വയസ്സ് വ്യത്യാസമില്ല, അതുകൊണ്ട് നമ്മൾക്ക് ഫ്രണ്ട്സ് അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ട്. പിന്നെ ഇപ്പൊ നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു ജോയിന്റ് ഫാമിലിയുടെ കാര്യം. ഞങ്ങൾ ഇപ്പോഴും ജോയിന്റ് ഫാമിലി ആയിട്ട് ജീവിക്കുകയാണ്. ഒരേ ബിൽഡിംഗ് ആണ്, മുകളിലും താഴെയായിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. അതിന്റെ അഡ്വാൻറ്റേജ് വളരെ 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 എന്താ പറയുക. പിന്നൊന്ന് സമൂഹമായിട്ടുള്ള സമ്പർക്കം. കുട്ടിയെ സമൂഹമായിട്ട് സമ്പർക്കത്തിന് അവസരം കൊടുക്കുക. അതിനിപ്പോ പണ്ടത്തെ മാതിരിയുള്ള അവസരങ്ങളില്ലെങ്കിൽ മോഡേൺ കാലത്ത് അത് അവസരങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ റോട്ടറി ക്ലബ്ബുകളുണ്ട്, അവിടെ പോണത് മദ്യപിക്കാനൊന്നല്ല, സോഷ്യൽ സർവീസിലെ കുട്ടികളെ, സോഷ്യൽ സർവീസ്, ആ സർവീസ് മെന്റാലിറ്റി കുട്ടികളിൽ വരുന്നു. അതേപോലെയുള്ള ലയൺസ് ക്ലബ്ബായാലും ഏത് ക്ലബ്ബായാലും സർവീസ് മെന്റാലിറ്റി വരുന്നുണ്ട് കുട്ടികൾക്കിടയിൽ. അല്ലാണ്ട് അച്ഛനും അമ്മയും അവിടെ പോയിട്ട് എന്താ പറയാ ഡ്രിങ്ക്സ് എടുത്തു, ഡാൻസ് ചെയ്തു, അതൊന്നല്ല. അവിടെ പ്രധാനമായിട്ട് അവിടെ നടക്കുന്നത് സാമൂഹ്യ സേവനമാണ്. അപ്പൊ അത്തരം പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികൾ പോകണം, സേവന മനസ്സിൽ വരും. അപ്പോൾ ഇടപഴകണം, സമൂഹമായിട്ട് സമ്പർക്കം, എങ്ങനെ പെരുമാറണം ആളുകളോട്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു അടിത്തറ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ഇല്ല. എന്തെങ്കിലും അത് ജാതി മതമൊന്നും അതിൽ പ്രശ്നമല്ല. ആധ്യാത്മികമായിട്ടുള്ള ഒരു അടിത്തറ ഉള്ള കുടുംബത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഇത്ര കണ്ട് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ സമൂഹത്തെ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് നല്ലപോലെ നിരീക്ഷിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പരിചയപ്പെട്ട എനിക്ക് വളരെ വിപുലമായിട്ടുള്ളൊരു സുഹൃത്ത് വലയം എനിക്കുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആധ്യാത്മികമായിട്ടുള്ള അടിത്തറയ്ക്ക് മതമായിട്ട് ഒരു ബന്ധവും ഇല്ല. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു അടിത്തറ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ഇല്ല. എന്തെങ്കിലും അത് ജാതി മതമൊന്നും അതിൽ പ്രശ്നമല്ല. ആധ്യാത്മികമായിട്ടുള്ള ഒരു അടിത്തറ ഉള്ള കുടുംബത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഇത്ര കണ്ട് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ സമൂഹത്തെ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് നല്ലപോലെ നിരീക്ഷിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പരിചയപ്പെട്ട എനിക്ക് വളരെ വിപുലമായിട്ടുള്ളൊരു സുഹൃത്ത് വലയം എനിക്കുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആധ്യാത്മികമായിട്ടുള്ള അടിത്തറയ്ക്ക് മതമായിട്ട് ഒരു ബന്ധവും ഇല്ല. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പള്ളികളിലായാലും മറ്റേ മുസ്ലിം പള്ളികളിലായാലും എല്ലായിടത്തും അതിനുള്ള പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മോറൽ വാല്യൂസ് ഉണ്ട്, കോളേജുകളിലും കാറ്റഗിസം അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈന്ദവമായിട്ടുള്ള ആചാരങ്ങളും പാഠങ്ങളും പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സംസ്കാരം അറിഞ്ഞു വളരണം വേണം കുട്ടികൾ അറിയാൻ. അല്ലാണ്ട് എല്ലാം ഈ മോഡേൺ ലോകത്തിനൊപ്പം മോഡേൺ 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 എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ സംസ്കാരത്തെ മറന്നുകൊണ്ടുള്ള ആ ഒരു ജീവിതം ഉണ്ടല്ലോ, ആ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് എന്ന് എനിക്ക് തോന്നുന്നതാണ്. എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ കണ്ടതാണ്. ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആസ് ഗുഡ് ആസ് എ ജോയിൻറ്റ് ഫാമിലിയാണ്. ഒരേ ബിൽഡിങ്ങിൽ തന്നെ. എനിക്ക് 2 പേരെ കുട്ടികളാണ്. ഒരാൾക്ക് 22, ഒരാൾക്ക് 18 വയസ്സാവണു. അപ്പോൾ അവർ തമ്മിൽ ഞങ്ങളുടെ അത്ര സ്നേഹമാണ്. ഇവൻ്റെ മൂത്ത ആളുടെ ഫ്രണ്ട്സൊക്കെ ഇളയവൻ്റെയും ഫ്രണ്ട്സാണ്, ഇളയവൻ്റെ ഫ്രണ്ട്സൊക്കെ മൂത്ത ആളുടെയും ഫ്രണ്ട്സാണ്. അവരെല്ലാവരും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഞാനും പോകാറുണ്ട് റോട്ടറിയിലൊക്കെ. അവിടെയൊക്കെ ചെന്ന് സമൂഹമായിട്ട് എല്ലാവരും ഒരു ഫാമിലി പോലെ ജീവിക്കും. സിസ്റ്റേഴ്സായിട്ട് കാണാം. ഫ്രണ്ട്സിൻ്റെ മക്കൾ, അച്ഛൻ്റെ അമ്മയുടെയും ഫ്രണ്ട്സിൻ്റെ മക്കളെ സിസ്റ്റേഴ്സായിട്ട് കാണാൻ അവർക്ക് സാധിക്കുന്നു. അതേപോലെ പെൺകുട്ടികൾക്ക് അവരുടെ പേരൻസിൻ്റെ മക്കളെ ബ്രദേഴ്സായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം സംജാതമാണ്. അല്ലാണ്ട് നമ്മൾ ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. വി ഷുഡ് കം ടു എ കൺക്ലൂഷൻ ഹൗ ടു സോൾവ് ദ പ്രോബ്ലം. അത് സോൾവ് ചെയ്യണമെങ്കിൽ അതിനെന്താ വേണ്ടേ എന്നുള്ളത് എനിക്ക് തോന്നിയത് ഞാനിപ്പോൾ പറഞ്ഞു. ഇനി എക്സാക്ട്ലി ട്രൂ ആയിട്ടുള്ള കാര്യം അത് മാം പറഞ്ഞ മാമിൻ്റെ വീക്ഷണത്തിൽ നിന്നാണെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു സൈക്കോളജി നമ്മൾ പറയുന്നത് 2 SQ
ഇന്ന് കുറഞ്ഞു വരുന്നു എന്നാണ്. സോഷ്യൽ കോഷ്യൻറ്റ് ആൻഡ് സ്പിരിച്വൽ കോഷ്യൻറ്റ്. അപ്പോൾ സോഷ്യൽ കോഷ്യൻറ്റിൻ്റെയും സ്പിരിച്വൽ കോഷ്യൻറ്റിൻ്റെയും കുറവ്, അതായത് ഇന്ന് ഗ്ലോബൽ വേൾഡായി നമ്മളെല്ലാം ഗ്ലോബലൈസേഷൻ്റെ പാത്തിലൂടെ പോകുമ്പം അവരവർക്ക് അവരുടേതായിട്ടുള്ള കാലങ്ങളായിട്ടുള്ള സംസ്കാരത്തെ വിട്ടുകളയുന്നു, സംസ്കാരത്തിലുള്ള നല്ല മൂല്യങ്ങളെ വിട്ടുകളയുന്നു, നല്ല ആദർശങ്ങളെ വിട്ടുകളയുന്നു. അപ്പോൾ മോഡേണിസത്തിൻ്റെ പേരിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ സാമൂഹ്യമായിട്ട് കൂടുതൽ ഇടപെട്ട് നമ്മുടെ സംസ്കാരത്തിലെ നല്ല മൂല്യങ്ങളെ കളയാതെ അത് നമ്മുടെ തലമുറകളിലേക്കൊക്കെ കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പിരിച്വൽ കോഷ്യൻ്റ് ഒരു മതത്തിന് അതീതമാണ്. ഒരു മതത്തിലൂടെ പോകുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിലെ ചില റിച്വൽസും ചില കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ഞാനത് സ്ഥിരമായി ചെയ്ത് അതിലൂടെ എനിക്കതൊരു എൻ്റെ ബിഹേവിയറിൽ ഒരു പാർട്ടായിട്ട് മാറും, എൻ്റെ ഹാബിറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും, എൻ്റെ തോട്ട് പ്രോസസ്സിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും. ഈ ഫെയ്ത്ത് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമല്ല, അത് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായി വരേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായി വരുമ്പോൾ, ജീവിതത്തിൻ്റെ ക്രൈസിസ് വരുമ്പോൾ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു റിജക്ഷൻ വരുമ്പോൾ, ഒരു നോ വരുമ്പം അവരെ ഇല്ലാതാക്കിയോ എന്നെ ഇല്ലാതാക്കിയോ അല്ല, അതിന് മറ്റൊരു പരിഹാരത്തിലേക്ക് പോകാനുള്ള ഒരു ഓപ്പൺനെസ് അവിടെ തുറന്നു കിട്ടും. അപ്പം വളരെ വാലിഡ് ആയിട്ടുള്ള പോയിൻ്റാണ് മാം ഷെയർ ചെയ്തത്. ആ ഒരു സോഷ്യൽ കോഷ്യൻറ്റും സ്പിരിച്വൽ കോഷ്യൻറ്റും ഇന്നത്തെ ജനറേഷനിലെ നമ്മളിൽ ഓരോരുത്തരിലും അത് ഉയർത്തിക്കൊണ്ട് വരേണ്ടുന്ന അനിവാര്യതയുണ്ട്. അപ്പോൾ ഈ വയലൻസിനെയും അല്ലെങ്കിൽ നമ്മളുടെ ഏകാന്തത, ഒറ്റപ്പെടൽ, പലരും ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ആൾ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളും, ആ ഡിപ്രഷനെ അവർക്ക് താങ്ങാൻ പറ്റും. എനിക്ക് വരുന്ന പല കേസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റൊന്നുമല്ല, ഈ വ്യക്തി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ വോയിഡ്, ആ ഒരു എന്താ പറയുന്നത് വിഷാദത്തെ എന്നെക്കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇല്ലാതാകുക, ആത്മഹത്യയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചില്ലാതാകുക, അല്ലെങ്കിൽ മറ്റേ ആളെ ഇല്ലാതാക്കുക. അപ്പോൾ ഒരു റിവെഞ്ച് മെൻറ്റാലിറ്റി ഉള്ളവരാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിനെ കുറച്ചും കൂടെ ഓപ്പണായിട്ട് കാണാനും, ഈ ഒരാളല്ല ഈ ലോകത്തുള്ളത്, ചുരുങ്ങിപ്പോകുമ്പോഴാണ് പ്രശ്നം. എനിക്ക് ഒരാളല്ല ഈ ലോകത്തുള്ളത്, മറ്റ് പലതും ഈ ലോകത്ത് എനിക്കുണ്ട്. എൻ്റെ ഡിപ്രഷനെ അവിടെ മാറ്റാൻ എനിക്ക് സോഴ്സുണ്ട്, എനിക്കൊരു സ്പിരിച്വൽ ലൈഫുണ്ട്. എനിക്ക് അതിനെ കുറച്ചും കൂടെ വിശാലമായിട്ട് കാണാൻ പറ്റുമെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ നമുക്ക് ഇല്ലാതാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾ ഈ മൊബൈൽ 24 hours ഓൺ ടോപ്പ് ഓഫ് ദ മൊബൈൽ, അതിൽ നിന്നൊന്നും മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ട് ഇടപഴകുക. ഇപ്പൊ മൊബൈൽ എന്ന് പറഞ്ഞു, ഇപ്പൊ മൊബൈൽ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഞാനും എന്റെ ഫോണും എന്നുള്ള ഒരു ഫോൺ ഇല്ലാതെ പറ്റില്ല. അതിപ്പോ ഭയങ്കര അതെ, അതാണ്, അത് തന്നിലേക്ക് മാത്രമാണ് എല്ലാം ഉള്ളൂ. അപ്പൊ എല്ലാം എനിക്ക് മാത്രം, മറ്റൊരാൾക്ക് ഒന്നും വേണ്ട എന്നുള്ളൊരു ചിന്താഗതി. ഇൻഡിവിജ്വലിസം ഇൻഡിവിജ്വലിസം വേണം. ചില പോയിന്റിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ വേണം. സെൽഫ് ലവ് വേണം, പക്ഷെ സെൽഫിഷ് ആയി പോകുന്നു. അത് മാത്രമല്ല, ഒരു ഡിജിറ്റൽ ഹൈജീൻ ഇല്ല. എപ്പോൾ വേണമെങ്കിലും എനിക്കിത് തുറക്കാം, എപ്പോൾ വേണമെങ്കിലും ഞാൻ, അതുമാത്രമല്ല ഒരു ഐ ടു ഐ കോണ്ടാക്റ്റ്, കോൺഫിഡൻസോടുകൂടി സംസാരിക്കുകയല്ല. ഇന്ന് അനോണിമസ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ആരെങ്കിലുമായിട്ട് എന്തിന് അവരുടെ പ്രണയം പോലും മൊത്തം ഡിജിറ്റലിയാണ്. എനിക്ക് ലേറ്റസ്റ്റ് വന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ, ഹസ്ബൻഡിന് ദർ ഇസ് നോ ഇൻട്രസ്റ്റ് ഇൻ ഫിസിക്കൽ ഫാമിലി ലൈഫ്, ഫിസിക്കൽ സെക്ഷൽ ലൈഫ്, ഓൾവേസ് ഹീസ് ഇൻ ഡിജിറ്റൽ വേൾഡ്. ഡിജിറ്റൽ ഇതിൽ മാത്രം. ആ പെൺകുട്ടിയുടെ പരാതി അതായിരുന്നു, അവർക്ക് ഡിജിറ്റലി ആൾ വരും, ഡിജിറ്റലി റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ഡിജിറ്റലി ഇത് അവൈലബിൾ ആയിരുന്നു, ഡിജിറ്റലി. ഇപ്പോൾ മാരേജ് കഴിഞ്ഞും അതേ ഒരു രീതി തന്നെ മതി എന്നുള്ള. പൂരം കാണാൻ അച്ഛൻ വിളിച്ചപ്പം പയ്യൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൺലൈനിൽ കണ്ടോളാം. പൂരം അടുത്ത് നടക്കുക, നമുക്ക് ഒരുമിച്ച് പോയി പൂരം എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം അച്ഛനോട് അവൻ പറഞ്ഞത്, ഞാൻ ഓൺലൈനിൽ കണ്ടോളാം. കാരണം അങ്ങനെയായി മാറിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഈ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഈ മൊബൈലിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പം ഈ സോഷ്യൽ സ്കിൽസ് വളരെ കുറഞ്ഞു പോവുകയും എല്ലാം അത് പിന്നെ ക്ലിക്ക് വേൾഡിലല്ലേ നമ്മളുടെ ഈ ക്ലിക്കിനകത്ത് എല്ലാ കാര്യങ്ങളും നടക്കുന്ന പോലെ ഹ്യൂമൻസും ഈ ക്ലിക്ക് പോലെ തന്നെ പെരുമാറണം എന്നുള്ളൊരു ചിന്ത വരുന്നു. ഇവിടെ എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എനിക്കിഷ്ടമുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നു, ഞാൻ കണ്ടതിൻ്റെ ബാക്കി എനിക്ക് വീണ്ടും കാണാൻ പറ്റുന്നു. ഇതുപോലെ മനുഷ്യനും പ്രവർത്തിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമാണ്, ചിന്താഗതിയുമാണെന്നുള്ളത്. അത് പണ്ട് നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നു, 3ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് തൊട്ട് നമ്മൾ. ഇന്നിപ്പം പിള്ളേർക്ക് അത് അറിയില്ല, പോയി കൊടുക്കാനോ പോവാൻ തന്നെ അറിയില്ല. ഇനി പോയാൽ തന്നെ നമ്മൾ വിടുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ പൈസ കൊടുത്താൽ ബാലൻസ് കണക്ക് കൂട്ടാൻ അറിയില്ല. അല്ല, നമ്മള് ടോപ്പിക് മാറിക്കൊണ്ടുപോവാ. അല്ല, ബിക്കോസ് ആ ഒരു ടോപ്പിക്കിന്
അല്ല അതായത് എല്ലാ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ കോഷ്യന്റ്, സ്പിരിച്വൽ കോഷ്യന്റ് അത് വളരെ കുറവാണ്. ഇമോഷണൽ കോഷ്യന്റ് ആണെങ്കിൽ വളരെ വീക്കുമാണ്. അപ്പം നമ്മൾക്ക് മനുഷ്യൻ എപ്പോഴും മനുഷ്യരോട് ഇടപഴകണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഒരു സാമൂഹികമായിട്ടുള്ള മൂല്യങ്ങളും നമ്മളുടെ വ്യക്തി ബന്ധങ്ങൾ കൂടുന്നതനുസരിച്ചാണ്. ഇപ്പൊ നമ്മുടെ സുഹൃത്തിനാലായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പല ക്വാളിറ്റികളും നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരിൽ നിന്നാണ് നമുക്ക് വരേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു ഇടപഴകൽ ഇന്നത്തെ സമൂഹത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഇങ്ങനെ ഒരു ചെറിയൊരു കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെയാണ്. നമ്മളെല്ലാവരും ഇനി കൂടുതൽ ഡിജിറ്റൽ വേൾഡ്, ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ റേഷൻ അരി പോലും കിട്ടില്ല എന്ന അവസ്ഥയിലാണ്. ഇപ്പൊ ഇത് കാണുമ്പോൾ ഒരിക്കലും മക്കളുടെ നിങ്ങൾ ഫോൺ അത് മാത്രമല്ല എന്ത് പറഞ്ഞാലും നോ 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 അങ്ങനെയല്ല, എല്ലാത്തിനും അതിന്റേതായ അതുപോലെ തന്നെ ഇന്ന് മുതൽ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ പറഞ്ഞിട്ടല്ല ഒരിക്കലും ചെയ്യേണ്ടത്. അപ്പൊ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വരുമ്പോ തന്നെ ഇവോൾവ് ആയി വരുന്നത് തന്നെ ആ രീതിയിലായിരിക്കണം. പണ്ട് പറഞ്ഞ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അത് വേണം. അത് മാത്രമല്ല ഗ്രാജുവലി വരുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ ബോണ്ടിങ് ആയാലും എല്ലാം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പറയണം നമുക്ക് ഇന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അവർ എന്താ ഇത്രയും ദിവസം അങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തോടെ. പിന്നെ ഇതെല്ലാം ചെയ്തതിന്റെ പേരിൽ ഒരാൾ നന്നാവുമോ? ഇതെല്ലാം ഞാൻ ചെയ്തു എന്നിട്ടും എന്റെ മോൻ നന്നായില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു എന്റെ മകനോട് പറഞ്ഞു കൊടുത്ത മൂല്യങ്ങളൊന്നും എന്റെ മകൻ പാലിച്ചില്ല. അതൊക്കെ ഓരോരുത്തരും യുണീക്കാണ് എന്ന് ഞാൻ വീണ്ടും പറയുന്നു. കാരണം ഒരാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അയാളാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇതിലേക്കെല്ലാം നമ്മൾക്ക് ബഹുമാനപ്പെട്ട സാഹിത്യകാരി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതിലേക്കെല്ലാം എത്തുന്ന ഒരു ഒരു വഴികാട്ടിയാവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പോയിന്റ്. അപ്പോൾ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് നമ്മൾ മലയാളത്തിൽ വായിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രണയകാവ്യം എന്ന് പറയുന്നത് രമണനാണ്. ചന്ദ്രിയെ കിട്ടില്ല എന്ന് തോന്നപ്പോൾ പാവം ആത്മഹത്യയിൽ അഭയം തേടി. പക്ഷെ അങ്ങനെ ഒരു കാമുകനെ ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ എനിക്ക് വ്യക്തിപരമായി സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ ധൈര്യമുള്ളവനാവണം കാമുകി പോയാൽ സാരമില്ല, ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും, അതിനുള്ള വഴികൾ എനിക്കുണ്ട് എന്ന് ചിന്തിക്കാൻ രമണന് കഴിയാതെ പോയി. അപ്പോൾ അതുകൊണ്ട് രമണനോട് എനിക്ക് യോജിപ്പില്ലാതെ എഴുതിയ ചങ്ങമ്പുഴയുടെ കവിത ഇഷ്ടമാണ്, പക്ഷെ ഈ ഒരു ആശയത്തോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വായനയുടെ അഭാവം. ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഏറ്റവും വലിയ ഒരു ന്യൂനത എന്ന് പറയുന്നത് വായനയുടെ അഭാവമാണ്. എന്തിനാണ് പുസ്തകം വായിക്കണേ? ഗൂഗിളിൽ ഇങ്ങനെ വിരൽ തൊട്ടാൽ ഇൻഫർമേഷൻ കിട്ടുമല്ലോ എന്നാണ്. നമുക്ക് ഇൻഫർമേഷൻ മാത്രം പോരാ, നമുക്ക് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. അത് എവിടെ നിന്ന് തുടങ്ങണം? എന്തും വായിക്കാം, എന്ത് വേണമെങ്കിലും വായിച്ചു കൊണ്ട് തുടങ്ങാം, എന്തും വായിക്കാം. പക്ഷെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ്, തള്ളിക്കളയേണ്ടത് എന്താണ് എന്നുള്ള ആ ഒരു അവബോധം നമുക്കുണ്ടായേ തീരൂ. ആ അവബോധം സൃഷ്ടിക്കാൻ നമുക്ക് സ്വയം ചിലപ്പോൾ ചെറുപ്പത്തിൽ സാധിക്കില്ല. അപ്പോൾ അതിന് നമുക്ക് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അധ്യാപകരുടെയും സഹായം തേടാം. മാതാപിതാക്കളോടുള്ള സ്നേഹം, വിശ്വാസം ഇത് അത്യാവശ്യമാണ്. അതിലേറെ സ്നേഹവും വിശ്വാസവും അധ്യാപകരോടും വേണം. അങ്ങനെ ഒരു തലമുറയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് വരെയുള്ളതൊക്കെ മായ്ച്ചു കളഞ്ഞ് പുതിയ വായനയോട് താല്പര്യമുള്ള, മാതാപിതാക്കളോട് സ്നേഹവും ബഹുമാനവും ഉള്ള, അധ്യാപകരോട് സ്നേഹവും ബഹുമാനവും ഉള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സേവന സന്നദ്ധരായ വിദ്യാർത്ഥികളടങ്ങിയ അല്ലെങ്കിൽ യുവജനങ്ങളടങ്ങിയ ഒരു സമൂഹത്തെ വാർത്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 5, 10, ഒരു പക്ഷേ 15 കൊല്ലം കൊണ്ട് നമുക്ക് ഈ സമൂഹത്തിൽ വലിയ വ്യതിയാനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ശുഭപ്രതീക്ഷ. സ്ത്രീപക്ഷത്തിൻ്റെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ചാപ്റ്ററിൽ കാണാം. നമസ്കാരം. റോഡ് അപകടം കേരളത്തിൽ കൂടുന്നുണ്ടോ? കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ഒരുപാട് ആക്സിഡന്റുകളാണ് നമ്മൾ കണ്ടത്. വഴിയരികിൽ കൂടി നടന്നിരുന്ന പെൺകുട്ടികളുടെ മേത്തേക്ക് പാഞ്ഞു കയറിയ ലോറി, ഒറ്റയ്ക്ക് സഞ്ചരിച്ചിരുന്ന ബൈക്ക് കൂട്ടിയിടിച്ച് യുവാവ് മരിക്കുക, ഇങ്ങനെ പല പല ഇൻസിഡൻസിന് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. 100-ന് മേലെ വണ്ടി പോയാലേ അവർക്ക് ആ ഒരു ത്രില്ല് കിട്ടത്തുള്ളൂ. അത് തന്നെയല്ല, ഇപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള കുട്ടികൾ, ADHD ഉള്ള കുട്ടികൾ, ഇപ്പോൾ തന്നെ ഫഹദ് ഫാസിൽ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എനിക്ക് ADHD ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെയും അവർ വളരുന്നതനുസരിച്ച് അവരുടെ പിരിപിരിപ്പും അല്ലെങ്കിൽ അടങ്ങിയിരിക്കായ്മയും കുറയുന്നു. പക്ഷേ ശ്രദ്ധക്കുറവ് പെർസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ശ്രദ്ധക്കുറവ് വരുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് അറ്റൻഷനാണ്. അതായത് സസ്റ്റെയിൻഡ് അറ്റൻഷൻ, അതാണ് വേണ്ടത്. അത്യാവശ്യമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു സാധനം MVD ആക്ടും ഡൊമസ്റ്റിക് വയലൻസും പോക്സോയുമാണ്.
തീർച്ചയായിട്ടും. ഈ MVD തിയറി ശരിക്കും 18 വയസ്സ് വരെ പഠിച്ചിട്ട് 18 വയസ്സിൽ അവർ ലൈസൻസ് എടുക്കട്ടെ, കുറച്ചെങ്കിലും ഒരു ബോധം വരും. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ലൈസൻസ് കിട്ടി പറപ്പിച്ചാടെങ്കിലും നെഞ്ചത്തേക്ക് കയറുക, റോഡിൽ എങ്ങനെ ഒരു ബുൾജെറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ആൾക്കാരാണ് ഇവിടെ. എത്ര ലക്ഷർ ആണെങ്കിലും അതിലിരിക്കുന്ന ആളുടെ ശ്രദ്ധ പോലെ ഇരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ റിസ്ക് കുറയ്ക്കാം, ലഹരി ഉപയോഗം മാം പറഞ്ഞ പോലെ അത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ ഇന്ന് എന്തുകൊണ്ട് റോഡ് അപകടങ്ങൾ കൂടുന്നു എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, വണ്ടികൾ കൂടുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസും വേണം, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇല്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്രശ്നം വരും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ റീസെൻ്റ്ലി എന്താ നമുക്കിങ്ങനെ ഈ റോഡ് ആക്സിഡൻറ്റ്സ് കൂടാനുള്ളൊരു കാരണം നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ഇപ്പോൾ വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ്ലി ചിലപ്പോൾ പെട്ടെന്ന് മഴ വരാം, ചിലപ്പോൾ പെട്ടെന്ന് നല്ല ചൂട്, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രൈറ്റ് സൺലൈറ്റ് ആണ് അല്ലേ. നമ്മളിപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ കുറേ നേരം ഈ ബ്രൈറ്റ് സൺലൈറ്റിൽ ഓടിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് തന്നെ ഒരുപാട് ക്ഷീണം അനുഭവപ്പെടും. അതുപോലെ പെട്ടെന്ന് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എറണാകുളത്ത് നിന്ന് പെട്ടെന്ന് തൃശ്ശൂർ പോകുമ്പോൾ തൃശ്ശൂർ എത്തുമ്പോൾ പെട്ടെന്ന് ഭയങ്കര മഴയായിരിക്കാം, നല്ല അതികഠിനമായ മഴയായിരിക്കും. പക്ഷേ ഒരു ഡ്രൈവർ ഒരിക്കലും ഇതിനെപ്പറ്റി വണ്ടി ഓടിക്കുന്ന ആളിനെപ്പറ്റി അത്ര അവെയർ ആവണമെന്നില്ല. 2-3 തരം ആൾക്കാരുണ്ടല്ലോ. ചിലർക്ക് നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീക്കണമായിരിക്കും, പക്ഷെ ചിലർ വൈകി ഉറങ്ങി വൈകി എണീക്കുന്നവരായിരിക്കും. അപ്പം നമ്മളുടെ ആ ഉറക്ക പാറ്റേൺ അനുസരിച്ച് വേണം നമ്മൾ ആ ഡ്രൈവും ഷെഡ്യൂൾ ചെയ്യാൻ. കാരണം ഇപ്പോൾ നമ്മൾ 2 മണി വരെ ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ സമയം വരെ ഡ്രൈവ് ചെയ്ത് പിന്നെ വണ്ടി എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ ദൂരെ പോവുകയാണെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ 2 മണിക്കുള്ളിൽ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊരു എന്താ പറയുക വർക്കപ്പ് നടത്തിയിട്ട് വേണം നമ്മളൊരു ട്രാവലിന് പോകാൻ.